ദി യൂണിയൻ എക്സിക്യൂട്ടീവ്. ദി യൂണിയൻ എക്സിക്യൂട്ടീവ് പാർട്ട് 5 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിലാണുള്ളത്. യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 52 to 78 ആണ്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഡു നോട്ട് പാസ് ലോസ്. എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ അവരെ ജോലി എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് യഥാർത്ഥ ലോസ്, നിയമങ്ങൾ ഉണ്ടാകുന്ന ലെജിസ്ലേറ്റർ എന്ന് വെച്ചാൽ പാർലമെന്റ്. അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലേ എന്ന് മോണിറ്റർ ചെയ്യുന്നത് ജുഡീഷ്യറിയാണ്. പക്ഷെ ഇത് നടപ്പിലാക്കേണ്ടത് ആരാണെന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് ആണ്. അതായത് എക്സിക്യൂട്ടീവ് പാർലമെന്റ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റർ പാസ് ചെയ്ത് വിടുന്ന ലോസ് എൻഫോഴ്സ് ചെയ്യിക്കുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, അപ്പൊ എക്സിക്യൂട്ടീവിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അപ്പൊ ഇത്രയും പേരാണ് എക്സിക്യൂട്ടീവിൽ ഉണ്ടെന്ന് പറയുന്നത്. പ്രൈമറിലി ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. ആക്ച്വലി എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ ഇത് എല്ലാ ഉദ്യോഗസ്ഥരും ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ നിർബന്ധിതരാണ്. പക്ഷെ ഇവരൊക്കെയാണ് അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അതായത് എക്സിക്യൂട്ടീവിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അറ്റോർണി ജനറലും ആണ്. പിന്നെ അവരുടെ കീഴിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ജോലി എക്സിക്യൂട്ടീവ് പർപ്പസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ എക്സിക്യൂട്ടീവിന്റെ ജോലി എന്താണ്? ടു എക്സിക്യൂട്ട് അല്ലെങ്കിൽ എൻഫോഴ്സ് ദി ലോസ്. അതാണ് എക്സിക്യൂട്ടീവിന്റെ ജോലി. അതിൽ പ്രസിഡന്റ് ആണ് ഹെഡ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. നമുക്കെല്ലാം അറിയാവുന്ന തന്നെയാണ്. പ്രസിഡന്റ് ഇസ് ദി ഹെഡ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. He is the first citizen of India and acts as symbol of unity, integrity and solidarity of the nation. അപ്പോൾ പ്രസിഡന്റ് ആണ് ഹെഡ് ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എക്സിക്യൂട്ടീവിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ, എക്സിക്യൂട്ടീവ് ആയാലും ഇന്ത്യയിലായാലും ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ആരാണ്? പ്രസിഡന്റ് ആണ്. അപ്പൊ ആദ്യം പ്രസിഡന്റിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആർട്ടിക്കിൾ 54 ആണ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് പറയുന്നത്. ഇനി ഇന്ത്യയിൽ ഒരു പ്രസിഡന്റ് ഉണ്ടാവണമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 52. ഓക്കെ, ആർട്ടിക്കിൾ 52 തുടക്കം, എക്സിക്യൂട്ടീവിന്റെ ഫസ്റ്റ് തുടക്കം തന്നെ ആർട്ടിക്കിൾ 52 ആണ്. അതിൽ പറയുന്നത് ഇന്ത്യ ഷുഡ് ഹാവ് എ പ്രസിഡന്റ്. ഈ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആർട്ടിക്കിൾ 54 ആണ്. പ്രസിഡന്റ് എങ്ങനെയാണ് എലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രസിഡന്റ് ഈസ് നോട്ട് എലക്ടഡ് ഡയറക്ട്ലി ബൈ പീപ്പിൾ. നമ്മൾ MLA ഒക്കെ അല്ലെങ്കിൽ MP എലക്ട് ചെയ്യുന്നത് ഡയറക്ട്ലി അല്ല എലക്ട് ചെയ്യുന്നത്. പക്ഷെ എങ്ങനെയാണ് എലക്ട് ചെയ്യുന്നത്? ഇൻഡയറക്ട്ലി എലക്ടഡ് ബൈ പീപ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ എലക്ട് ചെയ്ത് വിട്ട റെപ്രസെന്റേറ്റീവ്സ് ആണ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത്. അപ്പൊ അത് ആരൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്. രാജ്യസഭയിലെയും ലോക്സഭയിലെയും എല്ലാ എലക്ടഡ് മെമ്പേഴ്സ്, ഇമ്പോർട്ടന്റ് ആണ്. നോമിനേറ്റഡ് മെമ്പേഴ്സ് അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് എലക്ടഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് സ്റ്റേറ്റിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് നമ്മൾ MLA, അതായത് ആദ്യത്തെ എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ് ആകുമ്പോൾ ലോക്സഭയിലെ രാജ്യസഭയിലെ മെമ്പേഴ്സ്, ലോക്സഭ MP, രാജ്യസഭ MP. എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എലക്ട് ചെയ്തിട്ടുള്ള MLAs. ഇവിടെയും നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, അവർ പറ്റത്തില്ല. പിന്നെ എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഡൽഹിയും പുതുച്ചേരിയും ഡൽഹിയിലെയും എലക്ടഡ് മെമ്പേഴ്സിനും പറ്റുന്നതാണ്. ഓക്കെ, ഇനി വാല്യൂ ഓഫ് വോട്ട് ഫോർ ആൻ MLA. നമുക്കറിയാം, പലരും പറയും നമ്മളെ ഇവിടുത്തെ MLAയുടെ വാല്യൂ കുറച്ച് കുറവാണ്, വേറെ മധ്യപ്രദേശിലൊക്കെ കുറച്ചുകൂടെ കൂടുതലാണ് എന്ന് വെച്ചാൽ അവിടുത്തെ പോപ്പുലേഷനും ബാക്കി കാര്യങ്ങളും അനുസരിച്ചിട്ട് എന്താണ് ഓരോ MLAയുടെ വാല്യൂവിന് വ്യത്യാസം ഉണ്ടെന്ന് പറയും. പ്രസിഡന്റിന് കേരളത്തിലെ MLAയുടെ വോട്ടിന്റെ വാല്യൂ അല്ല മധ്യപ്രദേശിലുള്ളത്, ഇനി ഗോവയിലുള്ളത്. അപ്പൊ അങ്ങനെ ഓരോ സ്റ്റേറ്റിനനുസരിച്ച് MLAക്ക് വോട്ടുണ്ട്, പക്ഷെ ആ വോട്ടിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ തീരുമാനിക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ്. അപ്പം പോപ്പുലേഷൻ കൂടുതലുള്ള സ്റ്റേറ്റിന് എന്തായിരിക്കും മൊത്തത്തിലുള്ള പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് നോക്കും. അപ്പൊ വലിയ സ്റ്റേറ്റുകൾ നല്ല പോപ്പുലേഷൻ ഉള്ളവർക്ക് അവർക്ക് വാല്യൂ കൂടുതലായിരിക്കും. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലക്ടഡ് MLAs ഓഫ് ദാറ്റ് സ്റ്റേറ്റ് ഇൻറ്റു 1/1000. ഇതായിരിക്കും ഒരു MLAയുടെ വാല്യൂ എന്ന് പറയുന്നത്.
ക്ലിയർ ആയല്ലോ? അപ്പോൾ പോപ്പുലേഷൻ, സ്റ്റേറ്റിന്റെ മൊത്തം പോപ്പുലേഷൻ നോക്കും, ടോട്ടൽ MLA ഡിവൈഡഡ് ബൈ ടോട്ടൽ MLA, ടോട്ടൽ നമ്പർ ഓഫ് എലക്റ്റഡ് MLA ആണ്. അപ്പൊ അത് നോക്കും. നോമിനേറ്റഡ് കൂട്ടൂല കേട്ടോ, നോമിനേറ്റഡ് കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നതിൽ നോമിനേറ്റഡ് ആയിട്ടുള്ള ആരും ഇല്ല, അതുകൊണ്ട് ഇവിടെ പറയുമ്പോഴേ നോമിനേറ്റഡിനെ ഉൾപ്പെടുത്തില്ല. ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലക്റ്റഡ് MLA ഓഫ് ദാറ്റ് സ്റ്റേറ്റ് ഇൻറ്റു 1/1000. ഇതാണ് വാല്യൂ ഓഫ് വോട്ട് ഓഫ് ആൻ MLA. ഇനി എം പിയുടെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആണ്. ഇവിടത്തെ MP ആയാലും ആന്ധ്രാപ്രദേശിലായാലും മധ്യപ്രദേശിലായാലും എല്ലായിടവും MPയുടെ വാല്യൂ ഒന്നാണ്. കാരണം എന്താ നോക്കിയേ, വാല്യൂ ഓഫ് വോട്ട് ഓഫ് MP ലോക്സഭയിലും രാജ്യസഭയിലും സം ടോട്ടൽ ഓഫ് വോട്ട്സ് ഓഫ് എലക്റ്റഡ് MLA ഓഫ് ഓൾ സ്റ്റേറ്റ്സ്, സം ടോട്ടൽ ഓഫ് വോട്ട് ഓഫ് എലക്റ്റഡ്, കണ്ടോ, സം ടോട്ടൽ മൊത്തത്തിലുള്ള ടോട്ടൽ വോട്ട് ഓഫ് എലക്റ്റഡ് MLA ഓഫ് ഓൾ സ്റ്റേറ്റ്, എല്ലാ സ്റ്റേറ്റിലെയും മൊത്തം വോട്ടുകളുടെ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലക്റ്റഡ് MPs ഓഫ് ബോത്ത് ഹൗസസ്. അപ്പൊ രണ്ട് ഹൗസിലെ എലക്റ്റഡ് MPസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് നോക്കിയേ. ഇതില് സ്റ്റേറ്റുമായിട്ട് ഒരു ബന്ധമില്ല, എല്ലാവർക്കും ഒരേ വാല്യൂ വരാൻ കാരണം എന്താ, ഇവിടെ സ്റ്റേറ്റിനനുസരിച്ച് മാറുന്നില്ല. സം ടോട്ടൽ ഓഫ് വോട്ട്സ് ഓഫ് എലക്റ്റഡ് MLA ഓഫ് ഓൾ സ്റ്റേറ്റ്, എല്ലാ സ്റ്റേറ്റിലെയും MLAയുടെ വോട്ട്സിന്റെ സമ്മാണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലക്റ്റഡ് MPs ഓഫ് ബോത്ത് ഹൗസസ്. ഇത് ഓൾവേസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ സെയിം വാല്യൂ ഈസ് ഫോർ ഓൾ MPs. MLAക്ക് വ്യത്യാസമുണ്ട്, പക്ഷെ MPക്ക് സെയിം വാല്യൂ ആണ്. ഓക്കെ, ഇനി എലക്ഷൻ നടന്നിട്ട് ഒരാൾ ജയിച്ചോ ഇല്ല, അല്ലെങ്കിൽ ഒരാൾ സെലക്ട് ചെയ്തോ ഇല്ല എന്ന് എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ, ഈ കോട്ട കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കോട്ട ഭൂരിപക്ഷം എന്ന് പറയില്ല, അതിന് വരെ ഇവിടെ എന്താണ്, ഇലക്ട്രൽ കോട്ട അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറയും. ഇത് സം ടോട്ടൽ ഓഫ് വാല്യൂ ഓഫ് ഓൾ ദി വാലിഡ് വോട്ട്സ്. അപ്പോൾ സം ടോട്ടൽ ഓഫ് വാല്യൂസ്, അപ്പം വാല്യൂ ഉണ്ട്, MPക്ക് ഒരു വാല്യൂ ഉണ്ട്, MLAക്ക് ഒരു വാല്യൂ ഉണ്ട്. ഈ എല്ലാ വാല്യൂസും കൂടെ കൂട്ടും മൊത്തം. ഓക്കെ, MLA പല സ്റ്റേറ്റിന്റെ MLAസിന് പല വാല്യൂ ആണ്, അത് കൂട്ടും. MPയുടെ വാല്യൂകളെല്ലാം കൂട്ടും. അതെല്ലാം മൊത്തത്തിൽ അതിന്റെ എല്ലാ വാല്യൂ കൂടെ കൂട്ടും. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോസ്റ്റ് പ്ലസ് 1. ഇത് നമ്പർ ഓഫ് പോസ്റ്റ് പ്ലസ് 1 എന്ന് പറയുന്നെങ്കിലും ആക്ച്വലി നമ്പർ ഓഫ് പോസ്റ്റ്, പ്രസിഡന്റിന് എത്ര പോസ്റ്റ് ആണുള്ളത്, ഒറ്റ പോസ്റ്റ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് 1. ഇവിടെ 1+1 തന്നെയാണ്, ബൈ 2 എന്ന് നമുക്ക് പറയാം. സം ടോട്ടൽ ഓഫ് വാല്യൂ ഓഫ് ഓൾ ദി വാലിഡ് വോട്ട്സ് ബൈ 2 എന്ന് പറയാം. കാരണം നമ്പർ ഓഫ് പോസ്റ്റ് ഈസ് ഓൾവേസ് 1 ആണ്. +1, അതിനേക്കാൾ ഒരു വോട്ടെങ്കിലും കൂടുതൽ കിട്ടണം. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിലുള്ള വോട്ടുകളുടെ വാല്യൂ അറിയാം. 1000 ആണ് വാല്യൂ എന്ന് വെക്കുക എങ്കിൽ, നമ്മൾ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നടക്കുന്നത് 1000 ആണ് വാല്യൂ എങ്കിൽ എന്താണ്, 1000/2 500 +1, 1000 വോട്ട് മൊത്തം ഉണ്ടെങ്കിൽ അതിൽ 501 കിട്ടുന്ന ആള് ജയിക്കും. ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ MLA ഇലക്ഷനോ MP ഇലക്ഷനോ വന്നാൽ 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, 3 പേരിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആള് ജയിക്കും. ഇവിടെ അങ്ങനെയല്ല, പകുതി കൂടുതൽ വാല്യൂ കിട്ടുന്ന ആളെ ജയിക്കും. അതായത് 1000 ഉണ്ടെങ്കിൽ 5 കാൻഡിഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് തമ്മിൽ ഇത് കിട്ടിയാൽ പോലെ, 1000 ഉണ്ടെങ്കിൽ 501 കിട്ടിയിരിക്കണം ആർക്ക് ജയിക്കാൻ, പ്രസിഡന്റിന് ജയിക്കാൻ വേണ്ടി. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ആ കാര്യങ്ങൾ ആണ് മെയിനായിട്ട് ഓർക്കേണ്ടത്. ഓൾ ഡൗട്ട് ആൻഡ് ഡിസ്പ്യൂട്ട്, എന്തെങ്കിലും ഡൗട്ട്സോ ഡിസ്പ്യൂട്ടോ വന്നാൽ അറിയാലോ, പ്രസിഡന്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത എന്ത് കേസ് വന്നാലും സുപ്രീം കോർട്ടിന്റെ ഡിസിഷൻ ആണ് ഫൈനൽ. കാരണം പ്രസിഡന്റ് ആണ് ടോപ്പ്, പിന്നെ എന്തെങ്കിലും ഡിസിഷൻ ചെയ്യാൻ കഴിയുന്ന ആളാരാണ്, സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് ഡൗട്ടോ ഡിസ്പ്യൂട്ടോ എല്ലാം ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡെൽറ്റ് വിത്ത് സുപ്രീം കോർട്ട്. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഫോർ എലക്ഷൻ ആസ് പ്രസിഡന്റ്, ആർട്ടിക്കിൾ 58 അത് പറയുന്നത്. ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്നുള്ള 35 ഇയർ കംപ്ലീറ്റ് ചെയ്തതാണ്. ബാക്കിയൊക്കെ ഒരു എല്ലാവർക്കും സെയിം ആയിട്ട് വരും. ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, അത് ഉറപ്പാണ്. ഏത് ഇലക്ഷന് ആര് നിൽക്കണമെങ്കിലും എനിക്ക് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണോ. പിന്നെ ഇവിടെ 35 ഇയേഴ്സ് ആണ്, 35 ഇയേഴ്സ് വേണം. സാധാരണ MP-യുടെ ഒക്കെ കേസിൽ 25 ഒക്കെ മതിയാവും. ഓക്കെ, അപ്പൊ ഹി ഷുഡ് ബി 35 ഇയേഴ്സ് ഓഫ് ഏജ്. പിന്നെ ഈ ലോക്സഭയിലെ മെമ്പർ ആവാൻ കുറെ ക്വാളിഫിക്കേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എന്തിലുണ്ടാവണം, ഇതിലും ഉണ്ടാവണം. ഓക്കെ, ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സിറ്റിസൺസ് ഓൾറെഡി പറയുന്നു. അല്ല, പ്രോഫിറ്റ് ഏതെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ജോലിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് ഗവൺമെന്റിന്റെ കീഴിലോ ഒന്നും വർക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കരുത്.
വേറെ വരുമാന മാർഗമൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലും അത് തന്നെയാണ് പറയുന്നത്, ഹി ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉള്ള പ്രോഫിറ്റ് എന്ന് വെച്ചാൽ വരുമാനമുള്ള, വേറെ വരുമാനമല്ല, സന്നദ്ധ സേവനം പോലെ എന്തെങ്കിലുമൊക്കെ ഓഫീസ് ചെയ്യാം, അത് പ്രശ്നമില്ല. പക്ഷെ വരുമാനമുള്ള ഒരൊറ്റ ഓഫീസ് അല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇനി ഒരു പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യണം, ഇലക്ഷന് നിൽക്കണമെങ്കിൽ നോമിനേറ്റ് ചെയ്യണമല്ലോ. നോമിനേറ്റ് ചെയ്യണം ആർക്കും, MLA ആയാലും MP ആയാലും നമുക്ക് എന്ത് ചെയ്യണം, ഒരു നോമിനേഷൻ കൊടുത്ത് എന്താണ്, രണ്ടുപേര് വിചാരിച്ചാൽ മതിയാവും അല്ലെ, ഒരാൾ പ്രൊപ്പോസും ചെയ്യുക, ഒരാൾ സെക്കൻഡ് ചെയ്യുക. പക്ഷേ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റിന് എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 50 ഇലക്ടേഴ്സ്, 50 ഇലക്ടേഴ്സ് പ്രൊപ്പോസ് ചെയ്യണം. 50 ഇലക്ടേഴ്സ് പ്രൊപ്പോസ് ചെയ്യണം. ഈ പ്രൊപ്പോസ് ചെയ്യുന്നവരാരായിരിക്കണം എന്നറിയാലോ, MP യോ MLA യോ ആയിരിക്കണം. അപ്പൊ 50 ഇലക്ടേഴ്സ് പ്രൊപ്പോസ് ചെയ്യണം, അതേപോലെ 50 ഇലക്ടേഴ്സ് സെക്കൻഡും ചെയ്യണം. ഇത്രയും ചെയ്താൽ മാത്രമേ ഒരാൾക്ക് നോമിനേഷൻ പോലും കൊടുക്കാൻ സാധിക്കൂ. 50 ഇലക്ടേഴ്സ് പ്രൊപ്പോസും ചെയ്യണം, 50 ഇലക്ടേഴ്സ് സെക്കൻഡ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ. ഇനി പ്രസിഡന്റ് ഓത്ത് സത്യപ്രതിജ്ഞയ്ക്ക് ആരാണ്, സ്വാഭാവികമായിട്ടും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാലോ, എന്തായാലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പ്രസിഡന്റിന്റെ കാര്യം എന്ന് വെച്ചാൽ ഓത്ത്, സത്യപ്രതിജ്ഞ ആയാലും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാണ്, പ്രസിഡന്റിന്റെ കേസ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. കണ്ടീഷൻ ഓഫ് പ്രസിഡന്റ്സ് ഓഫീസ്. കണ്ടീഷൻ ഓഫ് പ്രസിഡന്റ്സ് ഓഫീസ് എന്ന് വെച്ചാൽ ആക്ച്വലി കണ്ടീഷൻ ടു ബിക്കം പ്രസിഡന്റ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഓക്കെ. കണ്ടീഷൻസ് ടു ബിക്കം പ്രസിഡന്റ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ കണ്ടീഷൻ ഉള്ളത് എന്നുള്ളത്. ഹി ഷുഡ് നോട്ട് ബി എ മെമ്പർ ഓഫ് ഐദർ ഹൗസ് ഓഫ് പാർലമെന്റ്. അതായത് ഒരു MLA യോ MP യോ ഒന്നും ആവാൻ പാടില്ല. അതായത് പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കുന്ന ആള് ഒന്നിന്റെയും, അതായത് MLA പൊസിഷൻ പാടില്ല, MP പൊസിഷൻ പാടില്ല. ഇനി അഥവാ MLA MP ഉള്ള ആരെങ്കിലും ആണെങ്കിൽ പോലും എന്ന് എലക്ട് ആവുന്നോ, അത് എന്ന് പ്രസിഡന്റ് ആയിട്ട് ചാർജ് എടുക്കുന്നോ അന്ന് ബാക്കിയുള്ളതെല്ലാം റിസൈൻ ചെയ്യണം എന്നുള്ളൊരു കേസുമുണ്ട്. ഓക്കെ. കാര്യം പ്രസിഡന്റ് നമുക്കറിയാം, പ്രസിഡന്റ് ഒരു സാധാരണ നമുക്ക് പ്രൈം മിനിസ്റ്റർ ഒക്കെ ആണെങ്കിൽ MP മാരോ അല്ലെങ്കിൽ രാജ്യസഭയിലോ ലോക്സഭയിലോ MP ആയിരിക്കാം പ്രൈം മിനിസ്റ്റർ ആവുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കണ്ടീഷൻ. ഹി ഷുഡ് ബി ഇൻഡിപെൻഡന്റ്. വേറെ ഒന്നുമായിട്ട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. MP ആവാൻ പാടില്ല, MLA ആവാൻ പാടില്ല. ഒരു ഹൗസിലെയും, രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും, ഇനി ഏതിന്റെങ്കിലും MLA യോ MP യോ ആണെങ്കിൽ എന്ന് പ്രസിഡന്റ് ആയിട്ട് ചാർജ് എടുക്കുന്നു അന്ന് എന്ത് ചെയ്യണം, അന്ന് ആ പൊസിഷൻ, അതായത് MLA MP പൊസിഷൻ റിസൈൻ ചെയ്യണം. ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഹി ഷുഡ് നോട്ട് ഹോൾഡ് എനി അതർ ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉള്ള ഒന്നും എടുക്കാൻ പാടില്ല. പിന്നെ രാഷ്ട്രപതി ഭവനിൽ, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആണ് രാഷ്ട്രപതി ഭവൻ. ആ രാഷ്ട്രപതി ഭവനില് റെന്റ് ഒന്നും കൊടുക്കാതെ കഴിയാൻ പറ്റുന്ന ഒരാളാണ് പ്രസിഡന്റ് എന്ന് പറയാം. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എങ്കിലും സാധാരണ രാഷ്ട്രപതി ഭവൻ വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നെങ്കിൽ അവർക്ക് റെന്റ് കൊടുക്കേണ്ടി വരും. ഇവിടെ അങ്ങനെ റെന്റ് ഒന്നും കൊടുക്കാതെ ഉള്ളതാണ്. പിന്നെ പ്രിവിലേജസ്. ഹി ഈസ് എൻറ്റൈൽഡ് ടു സച്ച് എമലുമെന്റ്സ്, അലോവൻസ് ആൻഡ് പ്രിവിലേജസ്. പാർലമെന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന, അതായത് ഓരോ സമയത്തും ആനുകൂല്യങ്ങൾ കൂട്ടുകയൊക്കെ ചെയ്യാം പാർലമെന്റിന്. അതെന്തായാലും പാർലമെന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ആനുകൂല്യങ്ങൾ എന്തായാലും പ്രസിഡന്റിന് കിട്ടും. ഒരു കാര്യം കൂടെ ഓർക്കുക, പ്രസിഡന്റ് ആയിട്ട് നിൽക്കാൻ നേരത്ത് എന്തൊക്കെ ആനുകൂല്യം ഉണ്ട് ആ ആനുകൂല്യങ്ങളൊന്നും കുറയ്ക്കാൻ പറ്റില്ല. പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്തൊക്കെ ആനുകൂല്യം ഉണ്ട് അതൊന്നും കുറയ്ക്കാൻ സാധിക്കത്തില്ല. ഇപ്പം പ്രസിഡന്റ് എത്രയാണ് സാലറി എന്നറിയാമോ എല്ലാവർക്കും? ഒരു മാസം 5 ലക്ഷം രൂപ, 5 lakh rupees പെർ മന്ത്. അത് കൂടാതെ അലവൻസസ് ഉണ്ട്. ബാക്കി അലവൻസസ് 1 ലക്ഷം രൂപയോളം ഉള്ള അലവൻസ് ഉണ്ട്. ബാക്കി ഓരോ അലവൻസ്, പെട്രോൾ ആയാലും അങ്ങനെ എന്ത് അലവൻസ്, കുറെ അലവൻസ് ഉണ്ടല്ലോ, ഫോൺ അലവൻസ്, പെട്രോൾ അലവൻസ്, അങ്ങനെ ഉള്ള എല്ലാ അലവൻസും 1 ലക്ഷം രൂപ വരെ അങ്ങനെ അലവൻസും ഉണ്ട്. ഇനി ഒരു പ്രസിഡന്റ് റിട്ടയർഡ് ആവുകയാണെങ്കിൽ പെൻഷൻ എന്ന് പറയുന്നത് സാലറി, അതായത് ഇപ്പം മേടിക്കുന്ന സാലറി എത്രയാണ്? 5 lakh rupees ആണ്. ആ 5 lakh rupeesന്റെ 50% ആണ് പെൻഷൻ ആയിട്ട് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഒരു പ്രസിഡന്റ് പെൻഷൻ ആയി കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള കാര്യമാണ് പറയുന്നത്, 5 ലക്ഷം രൂപ ആയതുകൊണ്ട് പെൻഷൻ ആയി കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപ സാലറി ആയിട്ട് കിട്ടും, പെൻഷൻ ആയിട്ട് കിട്ടും ഒരു പ്രസിഡന്റ്. അപ്പൊ ഇത്രയും അലവൻസ് ഒക്കെ ഉണ്ട് പ്രസിഡന്റ്. ഓക്കെ. ടേം ഓഫ് പ്രസിഡന്റ്സ് ഓഫീസ്. പ്രസിഡന്റ് ഓഫീസ് 5 വർഷമാണ് ടേം.
സാധാരണ ഗവൺമെന്റ് കേസ് പറയുന്നതൊക്കെ തന്നെയാണ്. പ്രസിഡന്റ് അത് 5 വർഷമാണ്. പക്ഷെ വേണമെങ്കിൽ അതിനു മുമ്പ് റിസൈൻ ചെയ്യാം പ്രസിഡന്റ്. ഓക്കെ. ഇവിടെ പ്രസിഡന്റിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. എന്താണ്? റെസിഗ്നേഷൻ ലെറ്റർ ഈസ് ഗിവൺ ടു വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റ് സാധാരണ നമ്മളെല്ലാം ജനറൽ കേസിൽ എന്താണ് നമ്മളെ റെസിഗ്നേഷൻ ആർക്കാ കൊടുക്കുന്നത്? നമ്മളെ സുപ്പീരിയർ ഓഫീസറിന് അല്ലെ? പ്രസിഡന്റിന് മാത്രമാണ് സുപ്പീരിയർ അല്ല താഴെയുള്ള ഒരാൾക്ക് റെസിഗ്നേഷൻ കൊടുക്കേണ്ടി വരുന്നത്. കാരണം എന്താണ്? പ്രസിഡന്റ് ഇസ് ദി ടോപ്പ് മോസ്റ്റ് പ്രസിഡന്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യാം? റെസിഗ്നേഷൻ ലെറ്റർ ആർക്ക് കൊടുക്കണം? തൊട്ട് താഴെയുള്ള വൈസ് പ്രസിഡന്റിനെ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ. അപ്പോൾ പ്രസിഡന്റിന്റെ ടേം 5 വർഷം. ഒന്നുകിൽ റിസൈൻ ചെയ്യാം അതിനു മുമ്പ്, അല്ലെങ്കിൽ ഇംപീച്ച് ചെയ്യാം. ഇംപീച്ച് ചെയ്യാന്ന് വെച്ചാൽ പുറത്താക്കുക എന്നുള്ളതാണ്. അത് ആർട്ടിക്കിൾ 61 പറഞ്ഞിരിക്കുന്നത്, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് എന്ന് വെച്ചാൽ പ്രസിഡന്റിനെ പുറത്താക്കുക എന്ന് പറയുന്നതിന് വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ പ്രസിഡന്റിനെ പുറത്താക്കാൻ. ഇപ്പം ഗവൺമെന്റിന് എതിരായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അപ്പോഴേ പിടിച്ച് പുറത്താക്കാനും നോക്കത്തില്ല. കാരണം കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ പ്രസിഡന്റിനെ പുറത്താക്കണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ദി പവർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു പ്രസിഡന്റിനെ പുറത്താക്കണമെങ്കിൽ പോലും കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്താലേ പറ്റൂ. അല്ല വേറെ ഒരു കേസും വെച്ച് പ്രസിഡന്റിനെ പുറത്താക്കാക്കത്തില്ല. എന്ത് ചെയ്യണം? കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യണം. കാരണം ഈ പ്രസിഡന്റിന് ഒരുപാട് പവേഴ്സ് ഉണ്ട്. അതെല്ലാം സ്പെസിഫൈ ചെയ്തില്ലെന്നേ ഉള്ളൂ. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഭയങ്കര പ്രിവിലേജസ് ഉണ്ട് പ്രസിഡന്റിന്. എന്താണ്? കോടതിയിലൊന്നും തന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഞാൻ ഇന്ന ഡ്യൂട്ടി ചെയ്തോ അല്ലെങ്കിൽ ഇന്ന ഡ്യൂട്ടി ചെയ്തില്ല എന്നൊന്നും പറഞ്ഞ കോർട്ടിനൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാക്കത്തില്ല. കോർട്ടിന് ഒരിക്കലും പ്രസിഡന്റിനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സും ഫയൽ ചെയ്യാകില്ല. ഇപ്പൊ ഒരു ക്രിമിനൽ കുറ്റം അങ്ങനെ ചെയ്തെന്നല്ല, പക്ഷെ ഒരു ക്രിമിനൽ കുറ്റവും പ്രസിഡന്റിനെതിരെ ഒരു ക്രിമിനൽ കുറ്റം ചെയ്താൽ പോലും പ്രൊസീഡിങ്സ് ഒന്നും ഫയൽ ചെയ്യാൻ പറ്റത്തില്ല പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം. ചെയ്യണമെങ്കിൽ ഇംപീച്ച് ചെയ്തതിന് ശേഷം ചെയ്യാക്കൂ. അത് ഇംപീച്ച് ആവുമെങ്കിൽ മാത്രമേ ചെയ്യാക്കൂ. പിന്നെ എന്താണ്? അറസ്റ്റോ ഒന്നും പറ്റത്തില്ല. സിവിൽ പ്രൊസീഡിങ്സ് പ്രസിഡന്റ് സത്യം പറഞ്ഞ എല്ലാ നിയമങ്ങൾക്കും അധീനൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒറ്റ കാര്യം എടുക്കാക്കത്തില്ല. ക്രിമിനൽ പ്രൊസീഡിങ്സ് പറ്റത്തില്ല. കോർട്ടിന് ചോദ്യം ചെയ്യാനും പറ്റത്തില്ല പവേഴ്സ് ഡ്യൂട്ടീസിനെ കുറിച്ചും. ആക്ച്വലി പ്രസിഡന്റ് ഈസ് ഹാവിങ് കുറെ റെസ്ട്രിക്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരുപാട് പവർ ഉള്ള ഒരു വ്യക്തിയാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്, ടോപ്പ് മോസ്റ്റ്. പക്ഷെ ഈ പറഞ്ഞ പ്രൈം മിനിസ്റ്ററിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാക്കും എന്താണ് വിത്ത് ദി പെർമിഷൻ ഓഫ് പ്രസിഡന്റ് ഒക്കെ പ്രൈം മിനിസ്റ്ററിനെ ക്വസ്റ്റ്യൻ ചെയ്യാം, അറസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷെ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം അറസ്റ്റ് ചെയ്യാക്കൂല, ഒരൊറ്റ പ്രൊസീഡിങ്സും എടുക്കാക്കത്തില്ല. സിവിലോ ക്രിമിനലോ ഒരു പ്രൊസീഡിങ്സും എടുക്കാക്കില്ല, അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാക്കത്തില്ല. ആകെ ചെയ്യാൻ കഴിയുന്ന ഇംപീച്ച്മെന്റ് ആണ്. എന്നാൽ ഇംപീച്ച്മെന്റ് അത്ര എളുപ്പമാണോ എന്ന് വെച്ചാൽ അതും എളുപ്പമല്ല. കാരണം എന്താണ്? ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്യണം. കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കോടതി പറഞ്ഞിട്ടില്ല. അത് സമയമാകുമ്പോൾ പറയും. ഇതുവരെ പറഞ്ഞിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഇനി വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇംപീച്ച്മെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇംപീച്ച്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അത്ര എളുപ്പമല്ല. എന്താണ്? ഏതെങ്കിലും ഹൗസ്, ലോക്സഭയിലോ രാജ്യസഭയിലോ ഇംപീച്ച്മെന്റിനുള്ള പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇംപീച്ച്മെന്റിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഒന്നീ ലോക്സഭയിൽ ചെയ്യാം, അല്ലെങ്കിൽ രാജ്യസഭയിൽ. ആദ്യം എവിടെ വേണമെങ്കിലും കൊണ്ടുവരാം അല്ലെ? ആദ്യം എവിടെ വേണമെങ്കിലും ഇംപീച്ച്മെന്റ് ചാർജ് കൊണ്ടുവരാം. ഇനി ഇംപീച്ച്മെന്റ് കൊണ്ടുവരണമെങ്കിൽ എന്താണ്? 1/4 ഓഫ് ദി മെമ്പേഴ്സ് ഹൗസ്. ഇപ്പൊ രാജ്യസഭയെ കൊണ്ടുവരുന്നെങ്കിൽ 1/4 അവിടെ രാജ്യസഭയിലെ മൊത്തം എണ്ണം നോക്കുക, അതിന്റെ 1/4 മെമ്പേഴ്സ് സൈൻ ചെയ്തിട്ടാണ് തുടക്കം ഇംപീച്ച്മെന്റ് കൊണ്ടുവരുന്നത്. അല്ല പാസ്സാകുന്നില്ല, കൊണ്ടുവരണമെങ്കിൽ 1/4 മെമ്പേഴ്സിന്റെ സൈൻ വേണം. പിന്നെ അതേപോലെ കൊണ്ടുവരുന്നതിന് 14 ദിവസം മുമ്പ് പ്രസിഡന്റിനെ അത് അറിയിച്ചിരിക്കണം. 14 days നോട്ടീസ് ഷുഡ് ബി ഗിവൺ ടു പ്രസിഡന്റ്. 14 ദിവസം മുമ്പ് പ്രസിഡന്റിനെ അറിയിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? 1/4 മെമ്പേഴ്സ് സൈൻ ചെയ്തിട്ട് ഇംപീച്ച്മെന്റിന്റെ കൊണ്ടുവരുന്നു. ഓക്കെ, ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള കൊണ്ടുവരികയാണ്. ഇനി ഇംപീച്ച്മെന്റ് റെസൊല്യൂഷൻ പാസ് ചെയ്യണമെങ്കിൽ 2/3 ഓഫ് ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് ഹൗസ്. 2/3 മെജോറിറ്റി വേണം, പകുതി കൂടുതൽ പോരാ. 2/3 ഭൂരിപക്ഷം വേണം പാസ് ആവണമെങ്കിൽ. ഈ പറഞ്ഞ എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് പാസ്സാവും. അല്ല മെജോറിറ്റി കിട്ടിയ പാർട്ടി വിചാരിച്ചാൽ പോലും ഇത് പാസ്സാവില്ല. കാരണം എന്താണ്? 2/3 ഭൂരിപക്ഷം
ആദ്യത്തെ ഹൗസിൽ കിട്ടണം. ഏതാണ്? പാർലമെന്റ്, ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭ ആദ്യം കൊണ്ടുവരുന്ന അവിടെ 2/3 കിട്ടണം. 2/3 ലോക്സഭയെ കിട്ടിയെന്ന് വെച്ചോ, അല്ലെങ്കിൽ രാജ്യസഭയെ കിട്ടിയെന്ന് വെച്ചോ. പിന്നെ അത് ലോക്സഭയെ കൊണ്ടുവരണം. ലോക്സഭയിലും 2/3 ഭൂരിപക്ഷം കിട്ടണം. ഇത് രണ്ടും കിട്ടണം. അപ്പൊ 2/3 ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ് കിട്ടിയാൽ മാത്രമേ എന്ത് പറ്റൂ? പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ട് ഹൗസിലും 2/3 മെജോറിറ്റി കിട്ടണം. ഒരിക്കലും ഒരു പാർട്ടിക്ക് അങ്ങനെ കിട്ടത്തില്ല. അപ്പൊ ഇനി ഒരുപാട് സപ്പോർട്ട്. അപ്പൊ അത്ര ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ പ്രസിഡന്റ് ഇംപീച്ച് ആക്കൂ. ഇതുവരെ ഒറ്റ സിറ്റുവേഷനിലും ഇംപീച്ച്മെന്റ് പ്രൊസീജിയേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടാവാം, പക്ഷെ ഇതുവരെ ഒരു പ്രസിഡന്റിനെയും ഇംപീച്ച് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ. ഇന്ത്യയിൽ ഇതുവരെ ഒരു പ്രസിഡന്റിനെ പോലും ഇംപീച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, ദി പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ പവേഴ്സും ഫങ്ഷൻസും ആണ് പറയാൻ പോകുന്നത്. പ്രസിഡന്റിന് ഉള്ള അത്രയും പവേഴ്സും ഫങ്ഷൻസും വേറെ ആർക്കും ഇല്ല. ഓക്കെ, എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉണ്ട്. പ്രസിഡന്റിന് എല്ലാ പവേഴ്സും ഉണ്ട്. എക്സിക്യൂട്ടീവ് പവേഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞു, യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ മെയിൻ ഹെഡ് എന്ന് പറയുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. ലെജിസ്ലേറ്റീവ് പവേഴ്സ്, പ്രസിഡന്റിന് ലെജിസ്ലേറ്റീവ് എന്ന് വെച്ചാൽ ഏതാണ്? പാർലമെന്റ് ആണ്. ലെജിസ്ലേറ്റീവ് എന്ന് വെച്ചാൽ ലോ മേക്കിംഗ് ബോഡീസിനെയാണ് ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? പാർലമെന്റ്, അതായത് ലോക്സഭയും രാജ്യസഭയാണ്. അവിടെയും കുറെ പവേഴ്സ് ഉണ്ട് പ്രസിഡന്റിന്. അപ്പൊ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉണ്ട്, ഫിനാൻസ് സാമ്പത്തികമായ ഉള്ള കാര്യങ്ങൾക്ക് പവേഴ്സ് ഉണ്ട്, ജുഡീഷ്യൽ പവർ ഉണ്ട്. ഏതാണ് ജുഡീഷ്യൽ പവർ? നമ്മൾ കോടതി അല്ലെ, ആ നിയമപരമായ കുറെ പവേഴ്സ് ഉണ്ട്, ഡിപ്ലോമാറ്റിക് ഉണ്ട്, മിലിറ്ററി ഉണ്ട്, എമർജൻസി പവേഴ്സ് ഉണ്ട്. ഇത്രയും പവേഴ്സ് പ്രസിഡന്റിനുണ്ട്. എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. ഏതൊരു എക്സിക്യൂട്ടീവ് ആക്ഷൻ ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് ഏത് എക്സിക്യൂട്ടീവ് ആക്ഷൻ എടുത്താലും അതിൽ പ്രസിഡന്റിന്റെ പേരുണ്ടായിരിക്കും. അതായത് പ്രസിഡന്റിന്റെ പേര് പറഞ്ഞിട്ടായിരിക്കും ആ എക്സിക്യൂട്ടീവ് ആക്ഷൻ എടുക്കുന്നത്. ഓക്കെ, അത് ആർട്ടിക്കിൾ 77 ആണ് അത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഏത് ട്രാൻസാക്ഷനും പ്രസിഡന്റിന് വേണമെങ്കിൽ റൂൾ കൊണ്ടുവരാം. എന്നുള്ള കമ്പൽസറി ഇല്ല. ഹി മേ ഓർ മേ നോട്ട് മേക്ക് റൂൾസ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് ഏത് ബിസിനസ് ആക്ടിവിറ്റീസിലും പ്രസിഡന്റിന് വേണമെങ്കിൽ ഇടപെടാം, റൂള് കൊണ്ടുവരാം. ഇനി അറ്റോർണി ജനറലിനെ തീരുമാനിക്കുന്ന പ്രസിഡന്റ് ആണ്. കാരണം ഇവരൊക്കെ എക്സിക്യൂട്ടീവിലെ ടോപ്പ് ആളുകളാണ്. അവരെ തീരുമാനിക്കുന്ന പോലും എന്താണ്? പ്രസിഡന്റ് ആണ്. ചുരുക്കി പറഞ്ഞാൽ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നവരാണ് എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ബാക്കി കാര്യങ്ങൾ. ഹി അപ്പോയിന്റ്സ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറലിന്റെ റെമ്യൂണറേഷൻ തീരുമാനിക്കുന്നവരാണ് പ്രസിഡന്റ് ആണ്. കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇലക്ഷൻ കമ്മീഷൻ, PSC ചെയർമാൻ, സ്റ്റേറ്റ് ഗവർണർ, ഫിനാൻസ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ, അങ്ങനെ എല്ലാം ഒരുവിധമുള്ള എല്ലാം എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ടോപ്പ് പൊസിഷനിലുള്ള അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇലക്ഷൻ നല്ലവണ്ണം എക്സിക്യൂട്ട് ചെയ്യുന്നവരാണ് ഇലക്ഷൻ കമ്മീഷൻ. അതേപോലെ പരീക്ഷ PSC ചെയർമാൻ. ഇവരെല്ലാം മെയിൻ എക്സിക്യൂട്ടീവ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യുന്നവരാണ് പ്രസിഡന്റ് ആണ്. അതുകൊണ്ട് ഹീസ് ഹാവിങ് എന്താണ് ലാർജ് എക്സിക്യൂട്ടീവ് പവർ. ലാർജ് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് പവർ ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. ഈ അപ്പോയിന്റ്സ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് യൂണിയൻ ടെറിട്ടറി അല്ലെ. യൂണിയൻ ടെറിട്ടറിയിലെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് വെച്ചാൽ ഹെഡ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ്. അഡ്മിനിസ്ട്രേറ്ററിനെ എന്താണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ആരാണ്? പ്രസിഡന്റ് ആണ്. ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് പ്രസിഡന്റ്. ലെജിസ്ലേറ്റീവ് പവർ നേരത്തെ ഞാൻ പറഞ്ഞു, പാർലമെന്റ് ആണ്. ലെജിസ്ലേറ്റർ എന്ന് പറയുമ്പോൾ പാർലമെന്റ് ആണ്. പാർലമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ലോക്സഭയും രാജ്യസഭയും കൂടെ ചേർന്നാണ് പാർലമെന്റ്. അവിടെയും ഒരുപാട് എന്തുണ്ട്? പവർ ഉണ്ട്. ആർക്ക്? പ്രസിഡന്റിന്. ഓക്കെ, പാർലമെന്റ് ഡിസോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട്. പാർലമെന്റിനെ പിരിച്ചുവിടാം. പാർലമെന്റ് എന്ന് വെച്ചാൽ ലോക്സഭയെ പിരിച്ചുവിടാൻ ആക്കുക കേട്ടോ, രാജ്യസഭയെ പിരിച്ചുവിടാൻ ആക്കത്തില്ല. കാരണം രാജ്യസഭ ഈസ് എ പെർമനന്റ് ബോഡി. പെർമനന്റ് എന്ന് വെച്ചാൽ രാജ്യസഭ ഒരിക്കലും പിരിയുന്നില്ല. ലോക്സഭ പിരിഞ്ഞു, പുതിയ സർക്കാർ ഏറ്റെടുത്ത് സ്ഥാനമേറ്റു എന്നൊക്കെ പറയത്തില്ലേ. പക്ഷെ രാജ്യസഭ എന്ന് വെച്ചാൽ അതിലെ മെമ്പേഴ്സ് അവരുടെ ടേം കഴിയുമ്പോൾ 6 വർഷമാണ് അവരുടെ ടേം കഴിയുമ്പോൾ അവർ റിട്ടയർഡ് ആയിക്കൊണ്ടിരിക്കും. റിട്ടയർഡ് അല്ല, അവർ മാറി പുതിയ ആളിനെ നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് രാജ്യസഭ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഈ ലോക്സഭ രാജ്യസഭയും തമ്മിൽ തർക്കം അല്ലെങ്കിൽ എന്തെങ്കിലും തമ്മിലൊരു
ഒരു എന്താണ് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായാൽ ജോയിന്റ് സിറ്റിങ്ങിന് ആരാണ് പ്രസിഡന്റ് ആണ് ജോയിന്റ് സിറ്റിങ്ങിനായിട്ട് വിളിക്കുന്നത്. ഓക്കെ, പക്ഷെ അത് ജോയിന്റ് സിറ്റിങ്ങിന്റെ അവിടെ അധ്യക്ഷനായിട്ട് നിൽക്കുന്നത് ലോക്സഭാ സ്പീക്കർ തന്നെയാണ്, പക്ഷെ വിളിക്കുന്ന ആരാണ് പ്രസിഡന്റ് ആണ്. ഓക്കെ, പിന്നെ ഫസ്റ്റ് സെഷൻ എപ്പോഴും പാർലമെന്റ് നമുക്കറിയാം, ഫസ്റ്റ് സെഷൻ ഓഫ് ഇന്ത്യൻ പാർലമെന്റ്, അതായത് ഏതൊരു പുതിയ പാർട്ടി അധികാരത്തിലേറ്റാലും അതിന്റെ ഫസ്റ്റ് സെഷൻ, ആദ്യ സെഷൻ ആരാണ് അഭിസംബോധന ചെയ്യുന്ന അഡ്രസ് ചെയ്യുന്ന ആരാണ് പ്രസിഡന്റ്. നമുക്കറിയാം ആദ്യത്തെ തുടങ്ങുമ്പോൾ എപ്പോഴും പ്രസിഡന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അതിനെ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 87 ആണത്. ഞാൻ എല്ലാ ആർട്ടിക്കിളും സ്പെസിഫൈ ചെയ്തിരുന്നേ ഉള്ളൂ ഇതായതുകൊണ്ട്. അപ്പൊ ഫസ്റ്റ് അഡ്രസ് ചെയ്യുന്ന ഫസ്റ്റ് സെഷനിൽ ആർട്ടിക്കിൾ 87 ആണ്. ഓക്കെ, പിന്നെ സ്പീക്കർ, അതായത് ലെജിസ്ലേറ്റീവ് പവറിലെ മെയിൻ ആളായ സ്പീക്കറിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്, പ്രസിഡന്റ് ആണ്. അതേപോലെ ഡെപ്യൂട്ടി സ്പീക്കർ, സ്പീക്കർ ഓഫ് ചെയർമാൻ ഓഫ് രാജ്യസഭ, അങ്ങനെ എല്ലാരെയും അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്, പ്രസിഡന്റ് ആണ്. ഇനി രാജ്യസഭയിൽ നോമിനേഷൻ 12 മെമ്പേഴ്സ് രാജ്യസഭയിലാണ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആ നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്, പ്രസിഡന്റ് ആണ്. 2 മെമ്പേഴ്സ് ലോക്സഭയിലോട്ട് ആംഗ്ലോ ഇന്ത്യൻസ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്, അതും പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇനി ലെജിസ്ലേറ്ററിനെ സംബന്ധിച്ചിട്ടുള്ള തർക്കം, ലെജിസ്ലേറ്റർ എന്ന് വെച്ചാൽ ഏതാണ്, പാർലമെന്റിലെ തർക്കം, MP ഇലക്ഷൻ ആയാലും അത് എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ പ്രസിഡന്റ് ആണ് ഇലക്ഷൻ കമ്മീഷനെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഒരു MP ഡിസ്ക്വാളിഫൈ ചെയ്തെന്ന് വയ്ക്കുക, ഇലക്ഷൻ കമ്മീഷൻ ഡിസ്ക്വാളിഫൈ ചെയ്തു ഒരു MP ഈ റൂളിനനുസരിച്ച് അല്ലാതെ പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് ഇലക്ഷൻ കമ്മീഷനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും, എന്തുകൊണ്ട് റീസൺ ഇന്നത് ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്, പ്രസിഡന്റ് ആണ്. ഓക്കെ, പിന്നെ ഈ ചില ബില്ലുകള് ഈ പെർമിഷൻ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ഓഫ് പ്രസിഡന്റ് ഉണ്ടായിരിക്കണം, റെക്കമെൻഡേഷൻ ഓഫ് പ്രസിഡന്റ് ഉണ്ടായിരിക്കണം. എന്തിനാണ്, ചില ബില്ലുകൾക്ക്, എല്ലാ ബില്ലിനും വേണ്ട, പക്ഷെ ചില ബില്ല്, മണി ബില്ല് അങ്ങനെയൊക്കെ ഉള്ള കേസിൽ ചിലതിനൊക്കെ എന്ത് വേണം, പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ പെർമിഷൻ ഉണ്ടായിരിക്കണം. ഇനി ഇതൊരു പോയിന്റ് ആണ്, ഹി പ്രോമുഗൽസ് ഓർഡിനൻസ് ഇറക്കാനുള്ള കഴിവ് ആർക്കാണ്, പ്രസിഡന്റിനാണ്. ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ അതൊരു നിയമം തന്നെയാണ്. ഓർഡിനൻസ് എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്, നമ്മളെ പാർലമെന്റ് നടക്കാത്ത സമയം, അല്ലെങ്കിൽ ലോക്സഭ നടക്കുന്നില്ല, ലോക്സഭ നടക്കാത്ത ഒരു സമയത്ത് പെട്ടെന്ന് അടിയന്തരമായിട്ട് ഒരു റൂള് കൊണ്ടുവരണമെങ്കിൽ, ഒരു നിയമം കൊണ്ടുവരണമെങ്കിൽ അതിനെ ഓർഡിനൻസ് എന്ന് പറയും. അതായത് പ്രസിഡന്റ് ഇറക്കി ഒപ്പിട്ട ഒരു സാധനം, ഇറ്റ് ഈസ് ഹാവിംഗ് ഈക്വൽ സ്റ്റാറ്റസ് ആസ് ദാറ്റ് ഓഫ് ദി ലോ, ഒരു നിയമത്തിന്റെ അതേ സ്റ്റാറ്റസ് ഉള്ള സാധനം തന്നെയാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ആ വാക്ക് കേട്ടിട്ടുണ്ട്, പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിച്ചു ഇന്നതിനെ. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അപ്പോഴേ ആക്ച്വലി എന്താണ്, സഭയില്ല, സഭാ സമ്മേളനം നടക്കുന്നില്ല, അതായത് ലോക്സഭ സെഷനൊന്നും നടക്കാത്ത സമയം, ആ സമയത്ത് അടിയന്തരമായിട്ട് ഒരു റൂള് അല്ലെങ്കിൽ നിയമം വല്ലതും കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, ഓർഡിനൻസ് കൊണ്ടുവരാം. ഓർഡിനൻസിന്റെ വാലിഡിറ്റി 6 മാസമാണ്. 6 മാസമാണ് ഓർഡിനൻസിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഡിനൻസ് വന്ന് 6 മാസത്തിനകം അത് ലോക്സഭയിൽ വെച്ച് പാസ്സാവണം. അത് പാസ്സായാൽ മാത്രമേ അത് റൂളായി മാറൂ. പക്ഷെ 6 മാസം കഴിഞ്ഞിട്ടും അത് പാസ്സായില്ലെങ്കിൽ ആ ഓർഡിനൻസ് പിന്നെ അസാധുവായി മാറും. പക്ഷെ ആ 6 മാസവും ഓർഡിനൻസ് ഈസ് ഹാവിംഗ് ദി സ്റ്റാറ്റസ് ഓഫ് ഈക്വൽ ടു ലോ. അപ്പൊ ഓർഡിനൻസ് ഇറക്കാനുള്ള ഒരു നല്ല പവറാണ്. ഒരു ലോ ഒറ്റയടിക്ക് ഒരാൾ ഒപ്പിട്ട ഒരു ലോ ആയി. ആ പവർ ഉള്ളത് ആർക്കാണ്, പ്രസിഡന്റിനാണ്. ഓക്കെ, ഇനി പാർലമെന്റിന്റെ മുമ്പിൽ ഓരോരുത്തരുടെ റിപ്പോർട്ട് പറയുന്ന ആരാണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെയും പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷന്റെ, അങ്ങനെ ഫോളോയിങ് റിപ്പോർട്ട്സ് ബിഫോർ പാർലമെന്റ് ആരാണ് ചെയ്യുന്നത്, പ്രസിഡന്റ് ആണ് പാർലമെന്റിന് മുമ്പിൽ ഈ റിപ്പോർട്ടുകളൊക്കെ ലേ ചെയ്യുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ പവേഴ്സ് ഓഫ് പ്രസിഡന്റ്. ഫിനാൻസ്, സാമ്പത്തികപരമായിട്ടുള്ള ഫിനാൻഷ്യൽ പവർ, പ്രസിഡന്റിന്റെ ഫിനാൻഷ്യൽ പവറിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ആർട്ടിക്കിൾ 109, ആർട്ടിക്കിൾ 109 മണി ബില്ല്, ഒരു മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ എന്താണ്, പ്രസിഡന്റിന്റെ മുൻകൂട്ടിയുള്ള റെക്കമെൻഡേഷൻ വേണം. നേരത്തെ പറഞ്ഞു അല്ലെ, പാർലമെന്റിൽ ചില ബിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ വേണമെന്ന് ഡിസ്കസ് ചെയ്യില്ലേ, അതിലൊരെണ്ണമാണ് ഈ മണി ബില്ല് എന്ന് പറയുന്നത്. അതായത് മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, പാർലമെന്റിൽ മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്, പ്രസിഡന്റിന്റെ മുൻകൂട്ടി അല്ലെങ്കിൽ പ്രയർ റെക്കമെൻഡേഷൻ ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ 109 ആണ്.
അപ്പൊ ഇവിടെ ഒരു സംശയം തോന്നാം, ആർട്ടിക്കിൾ 109 അല്ലെ? കാരണം നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് 52 to 78 വരെയാണെന്ന് പറഞ്ഞു. ഇവിടെ എന്തുകൊണ്ട് ആർട്ടിക്കിൾ ഏതാണ് അതിനേക്കാൾ മുകളിലുള്ളതെന്ന് ചോദിച്ചാൽ, ആക്ച്വലി ഇത് ഫിനാൻഷ്യൽ പവറിൽ വരുന്ന, പ്രസിഡന്റിന്റെ പവറിൽ വരുന്നതാണെങ്കിൽ അത് ആലോചിക്കുമ്പോൾ ബില്ലും പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ടു പോകും. അതുകൊണ്ടാണ് വേറെ ആർട്ടിക്കിളിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ടു ഇൻട്രൊഡ്യൂസ് മണി ബിൽ പ്രയർ റെക്കമെൻഡേഷൻ വേണം. പിന്നെ ആക്ച്വലി ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഒരു ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ, അതായത് ബഡ്ജറ്റ്, യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ബഡ്ജറ്റ്. ഈ കേന്ദ്ര ബഡ്ജറ്റ് എല്ലാ വർഷവും ഗവൺമെന്റ് അവതരിപ്പിക്കാറുണ്ട്. കേന്ദ്ര ബഡ്ജറ്റ് ഗവൺമെന്റ് അവതരിപ്പിക്കാറുണ്ട്. എന്നിട്ട് പറയും ഗവൺമെന്റിന് വരുമാനങ്ങൾ ഉണ്ടാവും, എക്സ്പെക്ടഡ് ഇൻകവും എക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചറും ഒക്കെയാണ് അവിടെ പറയുന്നത്. അത് യഥാർത്ഥത്തിൽ പ്രസിഡന്റ് ഉള്ളത് കൊണ്ടാണ് അത് അവർ അവതരിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ ആലോചിക്കും എന്തിനാണ് ഇവരിങ്ങനെ ഇത്രയും ചെലവുണ്ടാവും, ഇത്രയും വരവുണ്ടാവും, അവർക്ക് ചെലവാക്കി ഇത് ചെലവാക്കുകയോ അങ്ങനെ ചെയ്താൽ പോരെന്ന് തോന്നും. പക്ഷെ ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ, പ്രസിഡന്റിന് ഓരോ വർഷവും ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, എത്ര വരുമാനം കിട്ടും, അത് എങ്ങനെ എക്സ്പെൻഡിച്ചർ ചിലവാക്കും, അല്ലെങ്കിൽ എങ്ങനെ ചിലവാക്കും എന്നുള്ളത് പ്രസിഡന്റിന് കൊടുക്കേണ്ടി വരും. അതായത് every financial year cost to be laid before both the houses of parliament a statement of estimated receipt and expenditure of the government of India for that year. അപ്പൊ ആ ഇയറിലെ എക്സ്പെൻഡിച്ചർ അല്ലെ, എക്സ്പെക്ടഡ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്താണ് എന്നൊക്കെ ഉള്ളത് ഗവൺമെന്റിന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. ആ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ആര് ചെയ്യുന്നത്, യൂണിയൻ ബഡ്ജറ്റ് ആയിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ആക്ച്വലി നമുക്ക് വേറൊരു രീതിയിൽ പറയാം, പ്രസിഡന്റ് ആണ് കേന്ദ്ര ബഡ്ജറ്റ് ഉണ്ടാവാനുള്ള കാരണം. കേന്ദ്ര ബഡ്ജറ്റ് കാരണം പ്രസിഡന്റിന് ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. അപ്പൊ കേന്ദ്ര ബഡ്ജറ്റ് ഉണ്ടാവാനുള്ള കോസ് ആരാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പ്രസിഡന്റ്. അത് ആർട്ടിക്കിൾ 112 ഓക്കെ. അപ്പൊ നമുക്ക് ഇതുവരെ നമ്മളിങ്ങനെ പാർലമെന്റിൽ ഓരോ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആക്ച്വലി എന്താണ്, ഈ ബഡ്ജറ്റ് ആവശ്യപ്പെടുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. സോ വി ക്യാൻ സേ ദി പ്രസിഡന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെയാണ് യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മളെ കേന്ദ്ര ബഡ്ജറ്റിനെയാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഏതെങ്കിലും ഗ്രാൻഡ്, ഗവൺമെന്റിന് ഗ്രാൻഡ് വല്ലതും എവിടെന്നെങ്കിലും ഡിമാൻഡ് ചെയ്യണം എങ്കിൽ, എവിടെ അല്ല ഏതെങ്കിലും ഒരു ഗ്രാൻഡ്, നമുക്ക് എവിടെന്നെങ്കിലും ഒരു ഗ്രാൻഡ് വേണമെങ്കിൽ പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ പ്രീ റിക്വസിറ്റ് ആണ്. അതായത് ഒരു ഗ്രാൻഡ് വാങ്ങുന്നതിന് മുമ്പ് പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ അവിടെ ഉണ്ടായിരിക്കണം. പക്ഷെ പ്രസിഡന്റ് അനുവദിക്കണം, വേറെ രീതി പറഞ്ഞാൽ, എങ്കിൽ മാത്രമേ നമുക്ക് വേറെ ഗ്രാൻഡ് വാങ്ങാൻ പറ്റൂ. വരുമാനവും അതേപോലെ ചിലവും എല്ലാം ഉണ്ടല്ലോ. അതല്ലാതെ കുറച്ച് ഫണ്ടുണ്ട്, കണ്ടിജൻസി ഫണ്ട്. അത് സാധാരണ ഉള്ള സമയത്തൊന്നും ആ കണ്ടിജൻസി ഫണ്ട് ഉപയോഗിക്കാന്നൊന്നും പറയത്തില്ല. അത് അവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ, എമർജൻസി സിറ്റുവേഷൻ, പെട്ടെന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് ബാക്കിയൊക്കെ നമുക്ക് ബഡ്ജറ്റിലൊക്കെ നമുക്ക് അറിയാം, ഇന്ന ചെലവുകളുണ്ട്, ഇന്ന വരവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞു വെക്കും. പക്ഷെ കണ്ടിജൻസി ഫണ്ട് എന്ന് വെച്ചാൽ ഒരു പെട്ടെന്ന് ഒരു പ്രളയം വരികയോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊറോണ, അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ, നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യാത്ത ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്തുള്ളത്, കണ്ടിജൻസി ഫണ്ട്. അപ്പൊ അല്ലാതെ സാധാരണ റെഗുലർ ആക്ടിവിറ്റിക്കൊന്നും കണ്ടിജൻസി ഫണ്ട് ഉപയോഗിക്കത്തില്ല. അപ്പൊ ഈ കണ്ടിജൻസി ഫണ്ടിന്റെ കൺട്രോൾ ആരുടെ കീഴിലാണ്? പ്രസിഡന്റിന്റെയാണ്. അപ്പം പ്രസിഡന്റിനാണ് ഈ കണ്ടിജൻസി ഫണ്ട് സാങ്ഷൻ ചെയ്ത് കൊടുക്കാനുള്ള കഴിവുള്ളത്. അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ സഹായിക്കാൻ വേണ്ടി എന്താണ്, ഒരു കണ്ടിജൻസി ഫണ്ട് ഉണ്ട്. ആ കണ്ടിജൻസി ഫണ്ടിന്റെ കൺട്രോൾ ആരുടെ കീഴിലാണ്? പ്രസിഡന്റ്. അതാണ് ഹീസ് ഹാവിംഗ് ഫിനാൻഷ്യൽ പവർ. ഓക്കെ. ഒരു എമർജൻസി വന്നാൽ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ കാണത്തില്ല. അപ്പൊ ഈ കണ്ടിജൻസി ഫണ്ട് എടുത്ത് ഗവൺമെന്റിലോട്ട് പ്രസിഡന്റ് സാങ്ഷൻ ചെയ്ത് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഓക്കെ. എല്ലാ വർഷവും ഒരു ഫിനാൻസ് കമ്മീഷനെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? സെൻട്രൽ സ്റ്റേറ്റ് ആയിട്ടുള്ള റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമുക്കറിയാം പല ടാക്സും കേന്ദ്രം പിരിച്ചിട്ട് സ്റ്റേറ്റിന്റെ വിഹിതം തരികയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു ഫിനാൻസ് കമ്മീഷൻ ആര് ചെയ്യും? പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുമെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിനാൻസ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇതാണ് ഫിനാൻഷ്യൽ പവേഴ്സ് ഓഫ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ജുഡീഷ്യൽ പവർ. ഇനി ജുഡീഷ്യൽ ആയിട്ടുള്ള പവർ ഉണ്ട് പ്രസിഡന്റ് എന്ന് വെച്ചാൽ നിയമപരമായിട്ട് അല്ലെ, കോടതി സംബന്ധമായ കുറെ പവേഴ്സ് ഉണ്ട്.
അതിനെ എന്താണ് പറയുന്നത്? ജുഡീഷ്യൽ പവർ എന്ന് പറയുന്നത്. കോടതി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നവരാണ് പ്രസിഡന്റ്. സുപ്രീം കോർട്ട് ഓർ ഹൈക്കോടതി ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുന്നവരാണ് ചീഫ് ജസ്റ്റിസ്. ഇനി സുപ്രീം കോർട്ടിന്റെ അഡ്വൈസ് ചില കേസിൽ ഇപ്പൊ പ്രസിഡന്റിന് ചില ഒരു തർക്കങ്ങളൊക്കെ വരുന്നെന്ന് വെക്കുക. ഇപ്പൊ പ്രസിഡന്റിന് അതൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെക്കുക. പ്രസിഡന്റിന് ആകെ അഡ്വൈസ് ചോദിക്കുന്ന ആരുടെ? സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിന്റെ. അതിന്റെ നിയമവശങ്ങളോ ബാക്കി കാര്യങ്ങളോ എല്ലാം എന്ത് ചെയ്യും? സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. പക്ഷേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് തരുന്ന അഡ്വൈസ് നടപ്പിലാക്കണമെന്ന് നിർബന്ധമല്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സാധനം വന്നു, അപ്പൊ അത് ചെയ്യണോ വേണ്ട എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെക്കുക. വേണമെങ്കിൽ ചോദിക്കുക, സുപ്രീം കോർട്ടിന്റെ അടുത്ത് ചോദിക്കുക എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ള. അപ്പൊ അവര് അതിന്റെ ലീഗൽ വശങ്ങളൊക്കെ പഠിച്ചിട്ട് അവരൊരു ഒപ്പീനിയൻ പറയും. പക്ഷെ അവരാ പറയുന്ന അഭിപ്രായം നടപ്പിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രസിഡന്റിനെ ആലോചിച്ച് ഒന്നീ അവര് പറയുന്ന കൺസിഡർ ചെയ്യാം, ഇല്ലെങ്കിൽ അവര് പറയുന്ന അത് വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പ്രസിഡന്റിന് വേറെ അവര് പറയുന്നതിന് ഓപ്പോസിറ്റ് കാര്യവും ചെയ്യാം. കാരണം ഇറ്റ് ഈസ് നോട്ട് ബൈൻഡിങ് ഓൺ ഹിം. പിന്നെ പാർഡനിങ് പവർ ഉണ്ട്. പാർഡനിങ് പവർ എന്ന് വെച്ചാൽ ദയാഹർജി, ഓർമ്മയില്ലേ? ദയാഹർജി എന്നൊക്കെ പറയും. ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കാനുള്ള കഴിവിനെയാണ് പാർഡനിങ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രസിഡന്റ് അല്ലെ, പ്രസിഡന്റിന് മാത്രമേ ആ ഒരു പവർ ഉള്ള എന്താണ്? ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കാനുള്ള കഴിവുള്ളത്. മെയിനായിട്ട് ഈ ദയാഹർജി എന്ന് പറയുന്നത്, തുപ്പിൽ വിധിച്ചവരെയൊക്കെ ദയാഹർജി സമർപ്പിച്ചു എന്ന് പറയും. അത് പ്രസിഡന്റിന്റെ ഈ പാർഡനിങ് പവർ വെച്ചിട്ടാണ്. പ്രസിഡന്റ് മാത്രമേ ഒരു സുപ്രീം കോടതി വരെ ഹാങ് ചെയ്യാൻ വിധിച്ച ഒരാളെ വേണമെങ്കിൽ ഇപ്പൊ അത്ര ഒരു കണ്ടീഷൻ നോക്കിയാൽ ദയാഹർജി ഒക്കെ കൊടുക്കുമ്പോൾ എന്താണ് ഈ ഇളവ്, കുറച്ച് ഇളവ് കൊടുക്കാന്ന് വെച്ചാൽ വേറെ നല്ല തൂക്കിക്കൊല്ലാതിരിക്കാം. ശിക്ഷ ജീവപര്യന്തമായിട്ടോ അല്ല കുറയ്ക്കാൻ സാധിക്കുന്ന എന്തുകൊണ്ടാണ്? പ്രസിഡന്റിന് ജുഡീഷ്യൽ പവർ ഉള്ളതുകൊണ്ടാവും. പാർഡനിങ് പവറോ പ്രസിഡന്റ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ. ഇനി ഡിപ്ലോമാറ്റിക് പവർ ഉണ്ട്. ഡിപ്ലോമാറ്റിക് പവർ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? ഇന്റർനാഷണൽ ഫോറം അഫയേഴ്സുമായിട്ട് അതിലെല്ലാം പ്രസിഡന്റിന്റെ ഒപ്പുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് എഗ്രിമെന്റ് ആർ നെഗോഷിയേറ്റഡ് ആൻഡ് കൺക്ലൂഡഡ് ഇൻ ഹിസ് നെയിം. അപ്പൊ ഏത് ഇന്റർനാഷണൽ ആയിട്ടുള്ള എഗ്രിമെന്റും ട്രീറ്റിയും പ്രസിഡന്റിന്റെ പേരിലാണ് നടപ്പിലാക്കുന്നത്. പിന്നെ എല്ലാ ഇന്റർനാഷണൽ ഫോറം അഫയേഴ്സും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യ റെപ്രസെന്റ് ചെയ്താരാണ്? പ്രസിഡന്റാണ്. ഇനി മിലിറ്ററി പവർ ഉണ്ട്. മിലിറ്ററി പവർ അറിയാം, ചീഫ് കമാൻഡർ അല്ലെ, കമാൻഡർ ഇൻ ചീഫ് ഓഫ് ഓൾ ഡിഫൻസ് ഫോഴ്സസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സസിന്റെയും ടോപ്പ് ആരെന്ന് വെച്ചാൽ ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ. അപ്പൊ ഇന്ത്യയിലെ ഡിഫൻസിന്റെ ടോപ്പ് മോസ്റ്റ് ലെവൽ ആരെന്ന് വെച്ചാൽ പ്രസിഡന്റ് ആണ്, പ്രൈം മിനിസ്റ്റർ അല്ല കേട്ടോ. ഫസ്റ്റ് പ്രസിഡന്റ് ആണ് പൊസിഷൻ എന്ന് പറയുന്നത്. ഹി അപ്പോയിന്റ്സ് ചീഫ് ഓഫ് ദി ആർമി. അപ്പൊ ആർമി ചീഫ്, നേവി ചീഫ്, എയർഫോഴ്സ് ചീഫിനെ എല്ലാം അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിനും ടോപ്പ് മോസ്റ്റ് ആളുകൾ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റുമാണ്. ഇവരെല്ലാരെയും ടോപ്പ് ആരാണ്? ടോപ്പ് മോസ്റ്റ് പൊസിഷൻ പ്രസിഡന്റ് ആണ്. അപ്പോൾ പ്രസിഡന്റിന് വാർ ഡിക്ലെയർ ചെയ്യാനുള്ള പവർ വരെ ഉണ്ട്. പക്ഷെ അപ്രൂവൽ ഓഫ് പാർലമെന്റ് അല്ലെ. പ്രസിഡന്റ് ക്യാൻ ഡിക്ലെയർ വാർ ഓർ കൺക്ലൂഡ് പീസ് സബ്ജക്ട് ടു ദി അപ്രൂവൽ ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ അപ്രൂവൽ വേണം, അല്ല ചുമ്മാ ഒറ്റയടിക്ക് വാർ പറ്റത്തില്ല. ഇനി അതേപോലെ എമർജൻസി പവർ ഉണ്ട്. എമർജൻസി സിറ്റുവേഷനിൽ പ്രസിഡന്റിനാണ് എമർജൻസി പവർ ഉള്ളത്. നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാം, പ്രസിഡന്റ്സ് റൂൾ ഇംപ്ലിമെന്റ് ചെയ്യാം. ആക്ച്വലി നാഷണൽ എമർജൻസി എന്ന് വെച്ചാൽ നമുക്ക് യുദ്ധമോ വല്ല കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാം. അപ്പൊ നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ തൽക്കാലം വോയിഡ് ആവും. ജീവിക്കാനല്ല, റൈറ്റ് ടു പേഴ്സണൽ ലൈഫ് ഒക്കെ മാത്രമേ അവിടെ സംരക്ഷിക്കൂ. ബാക്കി എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും ബിക്കം സസ്പെൻഡഡ്. ഓക്കെ. റൈറ്റ് ടു സ്പീച്ച്, റൈറ്റ് ടു എക്സ്പ്രഷൻ, അതൊക്കെ ഒരു വാർ വരുമ്പോൾ അതൊക്കെ അങ്ങ് നിയന്ത്രണമാവും. നമുക്ക് തോന്നുന്ന അഭിപ്രായം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാവും കേട്ടോ. അപ്പൊ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാക്കും. ആർക്കാണ്? പ്രസിഡന്റിന്. പിന്നെ പ്രസിഡന്റ്സ് റൂൾ എന്ന് പറയും. ഈ പ്രസിഡന്റ്സ് റൂൾ എന്ന് വെച്ചാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയും. പ്രസിഡന്റ് റൂൾ കൊണ്ടുവന്നു എന്ന് പറയുന്നത്. അപ്പൊ അതിനെന്താണ് പറയുന്നത്? അത് പ്രസിഡന്റ്സ് റൂൾ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇതാണ് ആ ലോക്സഭ അല്ലെങ്കിൽ ആ ലെജിസ്ലേറ്ററിനെ പിരിച്ചു വിട്ടിട്ട് അവിടെ പ്രസിഡന്റ്സ് റൂൾ കൊണ്ടുവരാം. ഇനി എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നെന്ന് വയ്ക്കുക, ഇപ്പോ കുറച്ച് നാള് രണ്ടുപേർക്കും ഭൂരിപക്ഷം ഇല്ല, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴൊക്കെ പ്രസിഡന്റ്സ് റൂള് താൽക്കാലികമായ ഒരു കോംപ്രമൈസ് പോലെ നടത്താറുമുണ്ട്. ഓക്കെ. ഫിനാൻഷ്യൽ എമർജൻസിയും പ്രഖ്യാപിക്കാം. ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിച്ച എല്ലാവരെയും സാലറിയെ അത് ബാധിക്കുന്നതാണ്.
ഫിനാൻഷ്യൽ എമർജൻസി എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോ ഇത്രയും കിട്ടിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സാലറി ഇല്ലാതാക്കിയ സാധാരണ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. പക്ഷെ ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിച്ചാൽ എന്താണ് അത് ചോദ്യം ചെയ്യാകത്തില്ല. പക്ഷെ അപ്പോൾ ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും സാലറി കുറവാണ്, ഇൻക്ലൂഡിങ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, യൂണിയൻ മിനിസ്റ്റർ, അതേപോലെ ചീഫ് മിനിസ്റ്റർ, അതേപോലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും സാലറി കുറവായിരിക്കും. അതാണ് ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത്. ഇതുവരെ ഇന്ത്യയിൽ വന്നിട്ടില്ല കേട്ടോ. എത്ര യുദ്ധം എന്തോ വന്നിട്ടും ഇതുവരെ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ എമർജൻസി ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല.